ഞാൻ മടങ്ങിയെത്താം. ഇപ്പോൾ കോൺഗ്രസ് നേതാവും തിരുവനന്തപുരത്തെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയുമായ KS ശബരിനാഥൻ ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ ശബരിനാഥൻ, ഇതിപ്പോൾ വളരെ ദുഃഖകരമായൊരു വാർത്തയാണ്. പലതരം പൊട്ടിത്തെറികളും പ്രതിഷേധങ്ങളും ഒക്കെ നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ ഒരു യുവ നേതാവ്, വളരെ സജീവമായ RSSന്റെ പ്രവർത്തകനായിരുന്ന ഒരാൾ സീറ്റ് ലഭിക്കുന്നില്ല, അല്ലെങ്കിൽ അതിനപ്പുറത്തേക്ക് വളരെ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടുള്ള ഒരു ആത്മഹത്യാ കുറിപ്പ് അവശേഷിപ്പിച്ചാണ് ഈ ചെറുപ്പക്കാരൻ മരിക്കുന്നത്. എന്താണ് ആദ്യ പ്രതികരണം? ആദ്യമേ തന്നെ ഈ വിഷയത്തിൽ ഒരു വലിയ രാഷ്ട്രീയം കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഏതൊരു ചെറുപ്പക്കാരൻ ആരായാലും ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല. പക്ഷെ നിർഭാഗ്യവശാൽ BJPക്ക് അകത്ത് വലിയ അന്തഃഛിദ്രങ്ങളുണ്ട്, പ്രശ്നങ്ങളുണ്ട്. ഇത് ഒന്നാമത്തെ. രണ്ടാമത്തെ ഒരു തുടർ ആത്മഹത്യയാണ്. ഒരു 3-4 മാസം, 2 മാസം, 1 മാസത്തിന് മുമ്പാണ് പ്രിയപ്പെട്ട ശ്രീ തിരുവല്ല അനിൽ, അവരുടെ ഏറ്റവും മികച്ച കോർപ്പറേറ്റർ ആയിരുന്ന, നമുക്ക് നല്ല വ്യക്തിബന്ധമുള്ള അനിലേട്ടന്റെ മരണം രാഷ്ട്രീയ ഭേദവനെ എന്നെയൊക്കെ വരെ ഉലച്ചൊരു കാര്യമാണ്. അപ്പൊ അതേ മേഖലയിൽ തിരുവല്ലയും തൊട്ടണാവൂരൊന്നും വലിയ ദൂരമില്ലാത്തൊരു 5 കിലോമീറ്റർ ദൂരമുള്ള പ്രദേശങ്ങളാണ്. അവിടെ തന്നെ മറ്റൊരു വ്യക്തി ആത്മഹത്യ ചെയ്യുമ്പോൾ അത് ആ പാർട്ടിക്കകത്ത് എന്തുമാത്രം ഈ അധികാരത്തിന്റെ ഒരു കൊഴുപ്പ് കാരണം പ്രശ്നങ്ങളുണ്ടെന്ന് തെളിയിക്കുന്നതാണ്. ഈ ഒരു വ്യക്തി ഞാൻ മനസ്സിലാക്കുന്നത് സംഘത്തിന്റെയൊക്കെ പ്രവർത്തകനായിരുന്നു. പക്ഷെ അദ്ദേഹത്തിനെ പാർട്ടിക്ക് സഹായിക്കാൻ കഴിഞ്ഞില്ല, പാർട്ടിക്ക് അത് ക്ലാരിഫൈ ചെയ്യാൻ കഴിഞ്ഞില്ല. ഞാൻ രാഷ്ട്രീയം ഒന്നും പറയുകയില്ല. പക്ഷെ BJPക്ക് അകത്തുള്ള അന്തഃഛിദ്രങ്ങൾ BJP ക്ലിയർ ചെയ്തില്ലെങ്കിൽ ഇനിയും ജീവിതങ്ങൾ ഹോമിക്കപ്പെടാതിരിക്കാനുള്ള ഒരു താല്പര്യം BJPയുടെ നേതൃത്വം എടുക്കണം. രാഷ്ട്രീയം ഏതോ ആവട്ടെ, ഏത് കൊടിയും ആവട്ടെ, ഏത് സീറ്റും ആവട്ടെ, പക്ഷെ ഒരു മരണം രാഷ്ട്രീയത്തിന്റെ പേരിൽ ഒരു പൊതുപ്രവർത്തന മരണം ഉണ്ടാകുന്നത് നാടിനും ആ കുടുംബത്തിനും നഷ്ടമാണ്. അതുകൊണ്ട് BJP അവരുടെ സിസ്റ്റം ഡീകേ ചെയ്യുകയാണ്. അവരുടെ സിസ്റ്റത്തിനകത്ത് എന്താ പറയുക, ചീഞ്ഞളിയുകയാണ്. അത് എത്രയും പെട്ടെന്ന് BJP അത് ക്ലിയർ ചെയ്തുകൊണ്ട് ഇതുപോലെ ജീവനുകൾ ഹോമിക്കപ്പെടുന്നത് തടയാൻ ശ്രമിക്കണമെന്ന് മാത്രം ആ നേതൃത്വത്തിനോട് അഭ്യർത്ഥിക്കുന്നു. ആ കുടുംബത്തിനോടൊപ്പം നമ്മൾ നിൽക്കുന്നു. ശബരി, ഈ അടുത്ത് സംഭവിക്കുന്ന ഇത്തരം വാർത്തകൾ, തുടരെ ഇങ്ങനത്തെ വാർത്തകൾ, അതായത് രാഷ്ട്രീയ പ്രവർത്തകരായി നിൽക്കുമ്പോൾ നമ്മൾ സാധാരണഗതിയിൽ കണ്ടിട്ടുള്ളത് അവരൊക്കെ എപ്പോഴും വളരെ ആക്റ്റീവായി നിൽക്കുന്നവരാണ്. അങ്ങനെയൊന്നും നമ്മൾ കേട്ടിരുന്നില്ല. പക്ഷേ ഇതിപ്പോൾ ഈ പാർട്ടിക്കകത്തെ പ്രശ്നങ്ങളാവട്ടെ, സമ്മർദ്ദമാവട്ടെ, ഇത് താങ്ങാനാവാതെ രാഷ്ട്രീയ പ്രവർത്തകർ സാമ്പത്തികമായിട്ടൊക്കെ ഒരുപാട് പേർക്ക് സഹായം ചെയ്തിട്ടുണ്ടെന്നൊക്കെ ഈ കുറിപ്പിൽ തന്നെ പറയുന്നുണ്ടല്ലോ. അപ്പോൾ രാഷ്ട്രീയ പ്രവർത്തകരുടെ ഒരു സമ്മർദ്ദം കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. അല്ലാതെ തീർച്ചയായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയം തന്നെയാണ്. പക്ഷെ ഇവിടെ ഇപ്പോഴത്തെ ഈ വിഷയം ഇത് BJPക്കകത്ത് മാത്രം കാണുന്നു എന്നുള്ളത് തികച്ചും ഒരു പ്രശ്നമുള്ള കാര്യമാണ്. തിരുവനന്തപുരത്ത് BJP പല കാര്യങ്ങളും പലയിടത്തുനിന്ന് കേൾക്കുന്നത് വെച്ചിട്ട് വലിയ പ്രശ്നത്തിലാണ്. അവരുടെ രാഷ്ട്രീയമോ സീറ്റോ ഒന്നും ഞാൻ കണക്കാക്കത്തില്ല. പക്ഷെ പ്രവർത്തകരുടെ ജീവിതം ഹോമിക്കാൻ BJP തന്നെ സമ്മതിക്കുമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ഇയാൾ പറയുന്നതനുസരിച്ച് അവിടെ മാഫിയ എന്ന് വരെ പറയുന്നത് അവിടുത്തെ പ്രാദേശിക നേതൃത്വം മാഫിയകളുടെ കയ്യിലാണ്. വളരെ ഗുരുതരമായ ആരോപണങ്ങളുണ്ട്. നമ്മൾ മരണം, ദുഃഖം, അതൊക്കെ അവിടെ നിൽക്കുമ്പോൾ പാർട്ടിക്കെതിരെയുള്ള ഗുരുതര ആരോപണങ്ങൾ, എന്റെ മൃതദേഹം പാർട്ടി പ്രവർത്തകരെ കാണിക്കരുത് എന്നെഴുതി വെച്ച് ഒരു യുവ നേതാവ് മരിക്കുന്ന അവസ്ഥയാണ്. അതെ, അദ്ദേഹത്തിന്റെ ഒരു ആത്മഹത്യ കുറിപ്പ് എന്ന് പറഞ്ഞ് കാണിക്കുന്നതിൽ അതൊക്കെ സീരിയസ് ആയിട്ട് പറയുന്നുണ്ട്. പക്ഷെ ഈ സമയത്ത് ഒരാൾ മരണപ്പെട്ട് വിറങ്ങലിച്ച് നിൽക്കുമ്പോൾ അത് രാഷ്ട്രീയം കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ BJPക്ക് അതറിയാം. ഇത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് ഇനി ആ പാർട്ടി കൊണ്ട് എത്താതെ അവിടെ ജീവിതങ്ങളെ രക്ഷിക്കണമെന്ന് മാത്രമാണ് പറയുന്നത്. അത് BJPയുടെ ഈ പറയുന്ന പാർട്ടി സംവിധാനം അത് ശ്രദ്ധിക്കണം എന്ന് മാത്രം പറയുന്നു. ഒരു രാഷ്ട്രീയം ഈ അവസ്ഥയിൽ ഞാൻ കാണുന്നില്ല. പക്ഷെ ഗുരുതരമായിട്ടുള്ള പല പ്രശ്നങ്ങളും BJPക്കകത്തുണ്ടെന്നുള്ളത് തിരുവനന്തപുരത്തെ പൊതുപ്രവർത്തകർക്ക് അറിയാം. താങ്ക് യു. വളരെ നന്ദി. KS ശബരിനാഥൻ ആണ് പ്രതികരിച്ചത്. അരുൺ തുടരുന്നുണ്ട്. അരുൺ, ഇതിപ്പോൾ ഞാൻ നേരത്തെ അരുണിനോട് ചോദിച്ചത് അതായിരുന്നു. പാർട്ടി വലിയ പ്രതിസന്ധിയിലാവുന്നുണ്ട്. ഒരു പക്ഷേ നേരിട്ട് കണ്ട് ഇക്കാര്യങ്ങൾ വിശദീകരിക്കാനോ അല്ലെങ്കിൽ ബോധ്യപ്പെടുത്താനോ പറ്റാത്ത രീതിയിൽ ആനന്ദ് ആ കത്തിൽ പറയുന്നുണ്ട്, എൻ്റെ മൃതദേഹം പോലും ഈ നേതാക്കളെ കാണിക്കരുത്, പ്രവർത്തകരെ കാണിക്കരുത് എന്ന് പറയുന്നുണ്ട്. എത്ര ഗൗരവമേറിയ ഒരു പ്രതിസന്ധിയിലാണ്